Good morning. My name is Kiran R, Assistant Professor, Srinarayana Institute of Technology, Adur. നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റർ ഓഫ് പ്രഷറും ടോട്ടൽ പ്രഷറും എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ഫോഴ്സിന് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. റോ ജി എ എച്ച് ബാർ എന്ന് പറഞ്ഞു. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഇമേഴ്സ് ചെയ്തേക്കുന്ന ബോഡി ഏത് ഫ്ലൂയിഡിലാണോ ഇമേഴ്സ് ചെയ്തേക്കുന്നത് ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ് റോ. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ സർഫസ് ഏരിയ ആണ് എ. എച്ച് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി ടു ഫ്രീ സർഫസ്. ആ ഇമേഴ്സ് ചെയ്ത ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് മുതൽ വാട്ടർ ആണെങ്കിൽ ഇപ്പോൾ ഏത് ഫ്ലൂയിഡ് ആണോ ആ ഫ്ലൂയിഡിന്റെ ടോപ്പ് സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എച്ച് ബാർ. അപ്പം ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. ഒരു ബോഡി ഒരു ഫ്ലൂയിഡിനകത്തോട്ട് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ ആ ബോഡിയുടെ സർഫസിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി നിന്ന് നമ്മൾ നോക്കുന്നത് സെന്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാർ എന്താണെന്നാണ്. അപ്പൊ നമുക്കറിയാം സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടാണോ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആ ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൈറ്റിനെയാണ് എച്ച് സ്റ്റാർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ടോപ്പ് സർഫസ് മുതൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഒരു ലിക്വിഡ് ബോഡി ഫ്ലോ അല്ലാത്ത സ്റ്റാറ്റിക് കണ്ടീഷനിലുള്ള ഒരു ലിക്വിഡിനകത്തോട്ട് ഒരു സോളിഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സർഫസ് ഇമേഴ്സ് ചെയ്യുന്നു. അപ്പം ഇതാണ് ആ വാട്ടർ ബോഡിയുടെ ടോപ്പ് സർഫസ്. ഈ കാണുന്നതാണ് വാട്ടർ ബോഡിയുടെ ടോപ്പ് സർഫസ്. ഞാൻ ഇവിടുന്ന് ഈ ബോഡി ഇതിനകത്തോട്ട് ഇമേഴ്സ് ചെയ്തു. ഇമേഴ്സ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ആണ് ആ ബോഡിയുടെ ഒരു സർഫസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് 3-4 പോയിന്റ്സ് നോട്ട് ചെയ്യുവാണ്. ഒന്ന് ഈ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. ഞാൻ അസ്യൂം ചെയ്യുവാണ് ഇവിടാണ് ഈ ബോഡിയുടെ ജി സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ വെയിറ്റ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ പോയിന്റിലാണ്. അതിനെ ഞാൻ ജി എന്ന് വിളിച്ചു. ഈ ജി എന്ന് പറയുന്ന പോയിന്റ് മുതൽ ഫ്രീ സർഫസിന്റെ ടോപ്പ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എച്ച് ബാർ. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് മുതൽ ലിക്വിഡിന്റെ സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റിനെ ഞാൻ എച്ച് ബാർ എന്ന് വിളിച്ചു. വേറൊരു പോയിന്റ് ഞാൻ ഡിനോട്ട് ചെയ്തു പി. പി ആണ് സെന്റർ ഓഫ് അല്ലെ ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ ആണ് പി. ഈ പി ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി. ആ പി ആണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഈ പി മുതൽ ടോപ്പ് സർഫസ് വരെയുള്ള ഈ ഒരു ഹൈറ്റിനെ എച്ച് സ്റ്റാർ എന്ന് വിളിച്ചു. സെന്റർ ഓഫ് പ്രഷർ മുതൽ ടോപ്പ് ഫ്രീ സർഫസ് വരെയുള്ള ഈ വെർട്ടിക്കൽ ഹൈറ്റിനെ എച്ച് സ്റ്റാർ എന്ന് വിളിച്ചു. ഇന്ന് ഞാനിത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു എലമെന്റൽ സ്ട്രിപ്പ് അസ്യൂം ചെയ്തു. ഇതിനകത്ത് ഒരു ചെറിയ ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് ഞാൻ അസ്യൂം ചെയ്തു. അതാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ സ്ട്രിപ്പിന്റെ ബ്രെഡ്ത്ത് ബി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ തിക്നെസ് ഡി എച്ച് ആണ്. ഡി എച്ച് ആണ് ഇതിന്റെ തിക്നെസ്. ഇതിന്റെ ടോപ്പ് സർഫസ് മുതൽ ഈ സ്ട്രിപ്പിന്റെ ടോപ്പ് സർഫസ് മുതൽ ലിക്വിഡിന്റെ ടോപ്പ് സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആണ്. ഇവിടെ 3 ഹൈറ്റ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് എലമെന്റൽ സ്ട്രിപ്പിന്റെ ടോപ്പ് സർഫസ് മുതൽ ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് എച്ച്. സെന്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ ടോപ്പ് സർഫസ് വരെയുള്ള ഹൈറ്റ് എച്ച് ബാർ. സെന്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ ടോപ്പ് സർഫസ് വരെയുള്ള പ്രഷർ എച്ച് സ്റ്റാർ. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ്. ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ. അപ്പൊ നമുക്കറിയാം
മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് ദ ബോഡി അറ്റ് എ ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ. ഇപ്പൊ എച്ച് സ്റ്റാർ ഡിസ്റ്റൻസിൽ ആണ് ഇരിക്കുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ആയതുകൊണ്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു എച്ച് സ്റ്റാർ. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷനെ 1 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എടുത്തു. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ. ഇനി ഇതേ ഇക്വേഷൻ തന്നെ വേറൊരു രീതിയിൽ ഡിറൈവ് ചെയ്യുകയാണ്. അപ്പം അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സ് തന്നെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഈ ഹോൾ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കണ്ടുപിടിക്കുന്നത് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ആദ്യം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തേക്കുന്ന എലമെന്റൽ സ്ട്രിപ്പ് എടുത്തു. ഈ എലമെന്റൽ സ്ട്രിപ്പിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എലമെന്റൽ സ്ട്രിപ്പിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എലമെന്റൽ ഫോഴ്സ് സ്ട്രിപ്പിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് DF ആണെന്ന്, ചെറിയൊരു ഫോഴ്സ് DF ആണ്, ഇൻറ്റു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്? എലമെന്റൽ സ്ട്രിപ്പിന്റെ ടോപ്പ് മുതൽ ഫ്രീ സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് h ആണ്. സോ DF ഇൻറ്റു h. ഇനി നമുക്കറിയാം DF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρgh ആണ്. ഈ സർഫസിന്റെ എലമെന്റ് സ്ട്രിപ്പിന്റെ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ h ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രഷറാണ്. അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ചിട്ട് h ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρ ഇൻറ്റു g ഇൻറ്റു h ആണ്. സോ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ. എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ എലമെന്റൽ സ്ട്രിപ്പ് ആണ്. സോ ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ DH ഇൻറ്റു B, അതാണ് B ഇൻറ്റു DH എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ പ്രഷർ ഇൻറ്റു ഏരിയ ആയപ്പോഴേക്ക് DF കംപ്ലീറ്റ് ആയി. ഇനി ഇൻറ്റു H, അപ്പോഴത്തേക്ക് മൊമെന്റ് ആയി. DF എടുക്കുമ്പോഴേക്ക് ρgh ഇൻറ്റു B ഇൻറ്റു DH വരും, ഇൻറ്റു H അതേപോലെ തന്നെ എഴുതി. ഇത് ഒരു എലമെന്റൽ സ്ട്രിപ്പിന്റെ മൊമെന്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്, ρgh ഇൻറ്റു B ഇൻറ്റു DH ഇൻറ്റു H എന്ന്. ഇനി ഒരുപാട് എലമെന്റൽ സ്ട്രിപ്സ് ചേരുമ്പോഴാണ് ഈ ഹോൾ ബോഡി ആവുന്നത്. അപ്പൊ ഈ എല്ലാ ബോഡിയുടെയും കൂടി ചേർത്തുള്ള മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. ഒരു ചെറിയ പാർട്ടിന്റെ നമുക്ക് അറിയാം, അങ്ങനെയാണെങ്കിൽ മൊത്തം ബോഡിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ചെറിയ പാർട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാനിവിടെ സം ഓഫ് ഓൾ മൊമെന്റ്സ് എബൌട്ട് ഫ്രീ സർഫസ് ഈസ് ഈക്വൽ ടു ഈ കിട്ടിയ ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഈ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ ρgh ഇൻറ്റു പ്രഷറായി, ഏരിയ B ഇൻറ്റു DH ഇൻറ്റു H അതേപോലെ തന്നെ. ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ് എടുക്കുവാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ഒരിക്കലും മാറത്തില്ല. ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ലിക്വിഡ് ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി മാറത്തില്ല. സോ ആ റോ കോൺസ്റ്റന്റ് ആണ്, G കോൺസ്റ്റന്റ് ആണ്. വേരി ചെയ്യുന്നത് ബാക്കിയുള്ളത് BH²DH. സോ ρg ഇൻറ്റു B ഇൻറ്റു DH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? DA ആണ്. നമുക്ക് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പിന്റെ ബ്രെഡ്ത്ത് ആണ്, DH എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നെസ് ആണ്. സോ B ഇൻറ്റു DH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ്. സോ ഇന്റഗ്രൽ h²DA എന്ന് എഴുതാൻ പറ്റും. ρg ഇൻറ്റു ഇന്റഗ്രൽ h²DA. ρg ഇൻറ്റു ഇന്റഗ്രൽ h²DA. അപ്പൊ നമ്മളത് ടോട്ടൽ സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് ഫ്രീ സർഫസ് കണ്ടുപിടിച്ചു. ഇനി ഞാൻ ഈ ലാസ്റ്റ് ടേമിനെ മാത്രം എടുക്കുവാണ്, റോ ഇൻറ്റു h²DA. റോ ഇൻറ്റു h²DA നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർഫസ് എന്ന് പറയും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ മെക്കാനിക്സിനകത്ത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. I = mr² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് മാസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഏരിയയുടെ ടേമിലാണ് എടുത്തേക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. h² ഇൻറ്റു DA എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർഫസ് ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് I എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്, IO. ഇത് എബൌട്ട് ടോപ്പ് സർഫസ് ആയതുകൊണ്ടാണ് IO എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സം ഓഫ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ h²DAക്ക് IO എന്ന് ഡിനോട്ട് ചെയ്തു. ഇന്റഗ്രൽ h²DAക്ക് IO ഡിനോട്ട് ചെയ്തു. സോ സം ഓഫ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ρg ഇൻറ്റു IO.
ഇനി ഞാൻ ഇതും ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്, ഇതും ഈ കണ്ടുപിടിച്ചേക്കുന്നതും ബോഡിയുടെ സം ഓഫ് മൊമെന്റ്സ് ആണ്. ഇത് തമ്മിൽ ഇക്വേറ്റിംഗ് 1 and 2 രണ്ട് രീതിയിൽ സെയിം കാര്യം തന്നെ കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണ്. എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു I0. നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഡിറൈവ് ചെയ്യുന്ന എന്തിനാണ്? എച്ച് സ്റ്റാറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, സെന്റർ ഓഫ് പ്രഷറിന്റെ ആ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സോ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു, സോ എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു I0. എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടി? ടോട്ടൽ പ്രഷറിന്റെ ഡെറിവേഷനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ബാർ. സോ ആ ഇക്വേഷനകത്ത് എഫിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി I0. അതേപോലെ തന്നെ എഫിന് റോ ജി എ എച്ച് ബാർ എന്ന് ഡിനോട്ട് ചെയ്തു. റോ ജി I0 ഡിവൈഡ് ബൈ റോ ജി എ എച്ച് ബാർ. റോജിയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി I0 ബൈ എ എച്ച് ബാർ. എച്ച് സ്റ്റാറിന്റെ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, I0 ബൈ എ എച്ച് ബാർ. I0 ബൈ എ എച്ച് ബാർ. ഇനി ഈ I0ക്ക് പാരലാക്സിസ് തിയറം വെച്ച് നമുക്ക് I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. I0 എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സർഫസ് വിത്ത് റെസ്പെക്ട് ടു ടോപ്പ് സർഫസ് ഓഫ് ദ ലിക്വിഡ് ആണ്. മുകളിലത്തെ ടോപ്പ് സർഫസ് ഓഫ് ദ ലിക്വിഡ് ആണ് I0 വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. IG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അതായത് G എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് IG. സോ I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ എന്ന് എഴുതാം. പാരലാക്സിസ് തിയറം വെച്ച് ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. IG എഴുതി, പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ടോട്ടൽ ഏരിയ, സർഫസ് ഏരിയ, എച്ച് ബാർ സ്ക്വയർ എന്ന്. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ ടോപ്പ് സർഫസ് വരെയുള്ള ഹൈറ്റ് ആണ് എച്ച് ബാർ. സോ I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. ഇനി ഈ I0യുടെ ഈ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ആദ്യം ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, അതിനെ കുറച്ചും കൂടി ഡിറൈവ് ചെയ്യുവാണ്. ചില കേസ് പ്രോബ്ലത്തിനകത്ത് IG ആയിരിക്കും തരുന്നത്. അപ്പൊ IG തരുന്ന കേസിനകത്ത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? അപ്പൊ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് IG-യുടെ ടേമിലോട്ട് മാറ്റുന്നത്. സോ I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേക്ക് എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു I0ക്ക് വരും IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ. നേരത്തെ അതേപോലെ IG ബൈ എ എച്ച് ബാർ പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ എ എച്ച് ഈസ് ഈക്വൽ ടു എയും വെട്ടിപ്പോവും, സ്ക്വയറും താഴത്തെ എച്ച് ബാറും വെട്ടിപ്പോവും, ബാക്കി എച്ച് മാത്രമാവും. ഇപ്പൊ എച്ച് സ്റ്റാറിന് രണ്ടാമത്തെ എക്സ്പ്രഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കേ, നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ഈ I0 മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ജിയുടെ വാല്യൂ ഒക്കെ നമുക്ക് അറിയണം. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ഇവിടെ 3 ജോമെട്രിക് ഷേപ്പിന്റെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിള്, ഒരു ട്രയാങ്കിള്, ഒരു സർക്കിള്. അപ്പൊ ഈ 3 ഷേപ്പാണ് വരുന്നതെങ്കിൽ അതിനകത്ത് ഈ ഓരോന്നിന്റെയും വാല്യൂ എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ ഈ ലെങ്ത് B ആണ്, അതിന്റെ ബ്രെഡ്ത്ത് B ആണ്, അതിന്റെ ഹൈറ്റ് D ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, G കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D ഡിവൈഡഡ് ബൈ 2 ആണ്. D ഡിവൈഡഡ് ബൈ 2 ആണ്. ഏരിയ നമുക്കറിയാം റെക്റ്റാങ്കിളിന്റെ B ഇൻറ്റു D ആണ്. IG മൊമെന്റ് ഓഫ് ഇനർഷ്യ എലോങ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ B D³ ബൈ 12 ആണ് റെക്റ്റാങ്കിളിന്റെ കേസിൽ. ഇത് തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ ടോപ്പ് സർഫസ് ആണെങ്കിൽ B D³ ബൈ 3. IG ആണെങ്കിൽ B D³ ബൈ 12, O ആണെങ്കിൽ B D³ ബൈ 3. ഇനി ഇതേപോലെ തന്നെ ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ H ബൈ 3 ആണ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് Hഉം ബേസ് B യും ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ H ബൈ 3. ഏരിയ ആണെങ്കിൽ ഹാഫ് BH നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് G ആണെങ്കിൽ BH³ ബൈ 36.
മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ടോപ്പ് സർഫസ് ആണെങ്കിൽ bh³/12. സർക്കിളിന്റെ കേസിനകത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി d/2 ആണ്. ഏരിയ നമുക്കറിയാം πd²/4. ഇതിന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയേ ഉള്ളൂ πd²/64. ഇത്രയാണ് സെന്റർ ഓഫ് പ്രഷറിന്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. ഇനി ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്.